നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. ഹൈക്കമാൻഡിൽ നിന്ന് കറുത്ത പുകയാണോ ഉയരുന്നത്, വെളുത്ത പുകയാണോ ഉയരുന്നത്? സോഷ്യൽ മീഡിയ കാത്തിരിക്കുന്നു, കേരളം മുഴുവൻ കാത്തിരിക്കുന്നു. ഈ അടിക്ക് ഒരു കുറവുമില്ല. ഈ അവസാന നിമിഷം വരെ ഏകദേശം തീരുമാനമായിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോഴും പക്ഷേ മുരളീധരൻ്റെയൊക്കെ ചില പ്രസ്താവനകളിൽ നിന്ന് ഇപ്പോഴും തല്ല് കഴിഞ്ഞിട്ടില്ല, തല്ലുമാല തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ള രീതിയിലാണ്. 8 ദിവസത്തോളമായി കേരളത്തിന് ഒരു മുഖ്യമന്ത്രിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് എല്ലാവരും. ട്രോളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിനെ മുക്കിക്കൊല്ലുന്ന ട്രോളാണ്. നേതാക്കന്മാർ ഇതൊന്നും കാണുന്നില്ലേ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അതിനൊക്കെ അപ്പുറത്തേക്ക് പിണറായി ഇതൊക്കെ കണ്ടൊന്ന് ചിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പിണറായി വിജയനെ ഏറ്റവും അധികം എതിർക്കുന്ന മാധ്യമങ്ങൾ പോലും പറഞ്ഞത് 5 മണിക്കൂറിനുള്ളിൽ തന്നെ, അങ്ങനെ 5 മിനിറ്റ് വേണ്ടി വന്നില്ല, അതിനു മുൻപ് തന്നെ പിണറായി വിജയനെ ഒന്ന് തിരികെ കൊണ്ടുവരാൻ കഴിയുമോ എന്ന് കേരളം ചോദിക്കുന്നു എന്നുള്ള തരത്തിലാണ്. ശരിക്കും അനിശ്ചിതത്വം മാറിയോ? ഉടൻ തന്നെ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമോ? ഈ അടി കഴിഞ്ഞിട്ട് വേണം മന്ത്രിമാർക്ക് വേണ്ടിയുള്ള അടി തുടരാൻ. ഇത് എവിടെ അടി? ഹൈക്കമാൻഡിൽ അടിയൊന്നുമില്ല. അവിടെ റെക്കോർഡഡ് പുകയാണ്. ആ പുക അവിടെ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുക, അല്ലെങ്കിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുക. അതിനി എപ്പോഴാണ് സ്വിച്ച് ഇടേണ്ടത് എന്ന് രാഹുൽ ഗാന്ധി തീരുമാനിക്കും. ഒരു VP-യിൽ പുകയൊക്കെ നിറച്ച് അതിനു ചുറ്റും കേരളത്തിൽ നിന്നുള്ള കുറേ മരവാഴകളെ ഇരുത്തി ചർച്ച ചെയ്യുന്ന പേരിൽ ഒരു നാടകം നടക്കുകയാണ്. അതല്ലാതെ ഈ നാടകത്തിനൊന്നും വലിയ കഥയില്ല. ഡൽഹിയിലേക്ക് ആരാണ് കെട്ടിയെഴുന്നള്ളി പോയത്? ഡൽഹിയിലേക്ക് പോയ 10 പേർ, ആ 10 പേർ KCയുടെ പോരാളികളാണ്. അത് പകൽ വെളിച്ചം പോലെ വ്യക്തമല്ലേ? KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റുമാരായി 3 പേരെ നിയോഗിച്ചിരുന്നു. അതെന്ന് KC ഏകപക്ഷീയമായി തീരുമാനിച്ച 3 പേരാണ്. അവരാരൊക്കെയാണ്? AP അനിൽകുമാർ. ആ AP അനിൽകുമാറാണ് ഇന്ന് KC വേണുഗോപാൽ ക്യാമ്പിൻ്റെ പ്രൊപ്പഗണ്ട മാനേജർ, അല്ലെങ്കിൽ ക്യാമ്പ് മാനേജർ. രണ്ടാമത്തെ കഥാപാത്രം എന്ന് പറയുന്നത് ഷാഫി പറമ്പിലാണ്. ഷാഫി 2021 VD സതീശൻ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവായപ്പോൾ സതീശനോടൊപ്പം ചേർന്ന് സതീശനും പിള്ളേരും എന്ന് പറഞ്ഞൊരു ആവേശം ഉണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ. അന്ന് നമ്മൾ സതീശനൊപ്പം ചേർന്ന് വലതുവശത്ത് നിൽക്കുന്ന ഷാഫി, ഇടതുവശത്ത് നിൽക്കുന്ന രാഹുൽ, ഇങ്ങനെ സതീശനും പിള്ളേരും അന്ന് കട്ടക്കിറങ്ങി. നമുക്കറിയാം, ഷാഫി പറമ്പിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ ഇറങ്ങിയപ്പോൾ അന്ന് VD സതീശൻ പറഞ്ഞത് VD സതീശൻ്റെ പിള്ളേർ ഇക്കുറി മേയുമെന്നാണ്. ഇന്ന് രാഹുൽ മാങ്കൂട്ടമൊക്കെ കട്ടക്കിറങ്ങി വടകരയിൽ. പിന്നീട് രാഹുൽ മാറിയ പാലക്കാട് സീറ്റിലേക്ക് ഷാഫി മാറിയ പാലക്കാട് സീറ്റിലേക്ക് രാഹുലിനെ കൊണ്ടുവരുമ്പോൾ അവിടെയും സതീശനും പിള്ളേരും കസറിയത്. പക്ഷേ സതീശൻ പിള്ളേരിലെ ഏറ്റവും ജനപ്രീതിയുള്ള ഷാഫി പറമ്പിലിനെ ചൂണ്ടിയെടുത്തു KC. നേരത്തെ തന്നെ ചൂണ്ടിയെടുത്തു. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടായിരുന്നു ആ തന്ത്രം. അന്ന് ഷാഫിയെ ചൂണ്ടിയെടുക്കുമ്പോൾ വെറുതെ ചൂണ്ടിയെടുക്കാൻ കഴിയില്ലല്ലോ. അങ്ങനെ KPCCയുടെ വർക്കിംഗ് പ്രസിഡൻ്റായി. KPCC വർക്കിംഗ് പ്രസിഡന്റുമാരായ AP അനിൽകുമാർ, ഷാഫി പറമ്പിൽ, PC വിഷ്ണുനാഥ്. ഈ 3 പേരും KCയുടെ മുന്നണി പോരാളികളാണ്. മുൻ KPCC അധ്യക്ഷന്മാർ ഓരോരുത്തരുടെ കാര്യമെടുത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, നമ്മുടെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, K സുധാകരൻ, K മുരളീധരൻ, ഇവരുടെയൊക്കെ ഓരോരുത്തരുടെയും കഥകൾ നമ്മൾ എടുക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. K മുരളീധരൻ VDക്കൊപ്പം നിൽക്കുന്നു, അതിൽ സംശയമില്ല. മറ്റ് മുതിർന്ന നേതാക്കളും KPCC അധ്യക്ഷന്മാരുമൊക്കെ KC ക്യാമ്പിലാണ്. എന്തുകൊണ്ടാണ് ഇവർക്ക് KC ക്യാമ്പിൽ ഇത്രയധികം ചേർന്ന് നിൽക്കേണ്ടി വരുന്നത്? അതിന് വലിയ കാരണമൊന്നുമില്ല. ഡൽഹിയിൽ രാഹുൽ ഗാന്ധി ഒന്ന് കാണണമെങ്കിൽ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയുടെ പെർമിഷൻ വേണം, അനുമതി വേണം. KC വേണുഗോപാൽ വിചാരിച്ചാലേ ഇവർക്കൊക്കെ രാഹുൽ ഗാന്ധിയുമായി ഒരു കൂടിക്കാഴ്ചയ്ക്കുള്ള അനുമതി കിട്ടും. കേരളത്തിൽ വരുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ പ്രോഗ്രാമുകളിൽ ആരൊക്കെ സ്റ്റേജിലിരിക്കണം, ആരൊക്കെ രാഹുലിനെ ഗസ്റ്റ് ഹൗസിൽ കാണണം, ആരൊക്കെ രാഹുലുമായി സംസാരിക്കണം, ഇതൊക്കെ പേര് അവസാനം എഴുതി ചേർക്കുന്നത് KCയാണ്. അതുകൊണ്ട് KCയെ വെറുപ്പിച്ച, KCയെ പിണക്കി ഒരു നേതാവിനും കേരളത്തിൽ നിൽക്കാൻ കഴിയില്ല. കേരളത്തിലെ ഏറെ ജനപ്രീതിയുള്ള ചിലരുണ്ടായിരുന്നു. മാത്യു കുഴൽനാടൻ, ഷാഫി പറമ്പിൽ, നമുക്കറിയാം ഒരുപിടി നേതാക്കൾ. ആ നേതാക്കളൊക്കെ ഇന്ന് KCയുടെ ഡൽഹിയിലെ വീടിൻ്റെ തിണ്ണ നിരങ്ങുകയാണ്. KCയെ നമുക്ക് കുറ്റം പറയേണ്ടതില്ല. കാരണം KC അവസരങ്ങളുടെ ഒരു രാഷ്ട്രീയ കല സമർത്ഥമായി പയറ്റുകയാണ്. അതിൽ വിജയിച്ചു. ഡൽഹി രാഷ്ട്രീയം തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിഞ്ഞ KCയെ സംബന്ധിച്ച് കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനമൊന്നും അത്ര വലിയ സംഭവമല്ല. അതൊക്കെ എങ്ങനെ കൈപ്പിടിയിൽ ഒതുക്കണമെന്ന വിദ്യ KCക്ക് നന്നായി അറിയാം. നമ്മൾ 2021 മുതലുള്ള KCയുടെ ഓരോ ചുവടുവെപ്പ് നിരീക്ഷിച്ചാൽ
ഈ കാര്യം വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാവും. അതവിടെ നിൽക്കട്ടെ. രാഹുൽ ഗാന്ധി KCയെ കേരളത്തിലേക്ക് വിടാൻ ആഗ്രഹിക്കുന്നു. സോണിയാഗാന്ധി രമേശ് ചെന്നിത്തല കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിലും KCയെ ഡൽഹിയിൽ നിന്ന് പറിക്കണമെന്ന് സോണിയയ്ക്കുമുണ്ട്. അപ്പോൾ KC ഡൽഹിയിൽ നിന്ന് പോകണം എന്ന് ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് ഗാന്ധി കുടുംബം ആഗ്രഹിക്കുന്നു. ഇനി കേരളത്തിൻ്റെ സ്ഥിതി എടുത്തേ. ഇവിടെ VD ആർക്ക് വേണം? 63 MLA-മാരിൽ ഭൂരിപക്ഷത്തിനും VD സതീശന് വേണ്ട, വെള്ളാപ്പള്ളിക്ക് വേണ്ട, സുകുമാരൻ നായർക്ക് വേണ്ട. CPM ഏറെ ഭയപ്പെടുന്നത് സതീശനെയാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ നുണേശൻ എന്നൊക്കെയാണ് സതീശനെ അവർ വിശേഷിപ്പിച്ചത്. അപ്പോൾ CPM-ന് ഭയം. BJP സതീശനെതിരെ വലിയ കാമ്പയിനൊക്കെ നടത്തിയിരുന്നു. മറ്റ് സമുദായ സംഘടനാ നേതാക്കൾക്കൊക്കെ സതീശനോട് വലിയ താല്പര്യമൊന്നുമില്ല. മുൻ KPCC അധ്യക്ഷന്മാർക്കില്ല. ഇപ്പോഴത്തെ KPCC പ്രസിഡൻറ്റിനില്ല. പ്രസിഡൻറ്റ് KC വെച്ചയാളാണ്. അപ്പോൾ ആർക്കും വേണ്ട സതീശനെ ഈ ഒരു സാഹചര്യം മനസ്സിലാക്കട്ടെ. സതീശനെ ആകെ വേണ്ടത് ആർക്കാ? കേരളത്തിലെ ജനങ്ങൾക്ക്. അപ്പോൾ ജനങ്ങൾക്ക് സ്വീകാര്യനായ, ജനങ്ങൾക്കേറെ വേണമെന്ന് അവർ ആഗ്രഹിക്കുന്ന ഒരു നേതാവ്. അയാളെ പക്ഷേ അയാളുടെ പാർട്ടിക്ക് വേണ്ട, അയാൾക്കൊപ്പം ജയിച്ച MLA-മാർക്ക് വേണ്ട. അപ്പോൾ ഒരു വിചിത്രമായ തലത്തിലാണ് ഇപ്പോൾ സതീശൻ്റെ നിൽപ്പ്. ജനങ്ങളെ മുൻനിർത്തിയുള്ള ഒരു പോരാട്ടം സതീശനെ സംബന്ധിച്ച് അത്ര എളുപ്പമല്ല. കാരണം ഇത് കോൺഗ്രസ് പാർട്ടിയാണ്. ഇതിൽ ഒരൊറ്റ തീരുമാനമേ ഉള്ളൂ, രാഹുൽ ഗാന്ധിയുടെ. രാഹുൽ ഗാന്ധി തിരുത്താൻ ഒരു മാഡത്തിനെ കഴിയൂ. അത് രാഹുൽ ഗാന്ധിയുടെ അമ്മ സോണിയാഗാന്ധിക്കാണ്. രാഹുൽ ഗാന്ധിയുടെ സഹോദരിക്ക് പോലും ചില പരിമിതികളുണ്ട്. അപ്പോൾ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ VD കേരളത്തിലെ മുഖ്യമന്ത്രിയാകണമെന്ന് VD വാശി പിടിച്ചാൽ വിജയിക്കില്ല. ഇതാണ് VDക്ക് പറ്റിയ ഗതികേട്. 2021 മുതലുള്ള തൻ്റെ പ്രതിപക്ഷ പ്രവർത്തനത്തിനിടയിൽ എന്തുകൊണ്ടാണ് VD ഇക്കൂട്ടരൊക്കെ കൈവിട്ടത്? അപ്പോൾ അവിടെ എന്തോ പ്രശ്നമില്ല എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും. ആ പ്രശ്നം എന്താണ്? നിലപാടിൻ്റെ പ്രശ്നം. VD തൻ്റെ നിലപാടിൽ ഉറച്ചു നിന്ന് ഒറ്റയാൻ പോക്കാണ് VD പോയത്. പകരം ജനങ്ങളെ കൂടെ നിർത്തി, ജനങ്ങളൊപ്പമുണ്ട്. നമ്മൾ ഇതുപോലൊരു വികാരം കേരളത്തിൽ ഒരിടത്തും ഇതിനു മുൻപ് കണ്ടിട്ടില്ല. ഇത് പ്രത്യേകിച്ച് കോൺഗ്രസ്സിലെ ഒരു നേതാവിന് വേണ്ടി. കാസർഗോഡ് മുതൽ തിരുവനന്തപുരത്ത് പാറശാല, കളയിക്കാവുള്ള ബോർഡർ വരെയുള്ള, അതിലും അപ്പുറം പ്രവാസികളുടെ കാര്യം പറയണ്ട, കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ പ്രായമായവർ വരെ ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യം, VD മുഖ്യമന്ത്രിയാകുമോ? അപ്പോൾ കേരളത്തിലെ ജനങ്ങളുടെ ഹൃദയം ഇങ്ങനെ അപഹരിച്ചെടുക്കാൻ ഇയാൾക്ക് എങ്ങനെ കഴിഞ്ഞു? ഇപ്പോൾ VD സമവായം ചെയ്യണം, VD കോംപ്രമൈസ് ചെയ്യണമെന്നാവശ്യപ്പെടുന്ന വലിയൊരു കൂട്ടർ സമൂഹ മാധ്യമങ്ങളിലും ചാനലുകളും ഇറങ്ങിയിട്ടുണ്ട്. ഈ കടന്നൽ കൂട്ടത്തിന് മുന്നിൽ VD തല പൂഴ്ത്തുന്നില്ല. സോഷ്യൽ മീഡിയയിൽ വലിയ ബഹളമാണ് നമ്മൾ കേൾക്കുന്നത് VDക്ക് വേണ്ടി. അപ്പോൾ ജനങ്ങളും സോഷ്യൽ മീഡിയയും ഒക്കെ VDക്ക് വേണ്ടി ആരവമുയർത്തുന്നു. മറുവശത്ത് അവരുടെ സംഘടന KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കാനുള്ള തന്ത്രങ്ങൾ മെനയുന്നു. ഈ രണ്ട് വൈരുദ്ധ്യ തലങ്ങളിൽ നിന്ന് വേണം ഡൽഹിയിൽ ഇന്ന് നടന്ന ചർച്ചകളെ നമ്മൾ വിലയിരുത്താൻ. ഡൽഹിയിലേക്ക് ഒരു 10 എണ്ണം പോയല്ലോ. അവരിൽ 8 പേരും KC തന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകണം, എന്തുകൊണ്ട് മുഖ്യമന്ത്രിയാകണം, ഇതിൻ്റെ ഓരോ തീസിസ് അവതരിപ്പിക്കുക ചെയ്ത്. അവിടെ വലിയ സമയമൊന്നും കൊടുത്തില്ല. ഈ 10 പേർക്ക് 1.5 മണിക്കൂർ സമയമാണ് രാഹുൽ ഗാന്ധി കൊടുത്തത്. ആ 1.5 മണിക്കൂറിൽ അരമണിക്കൂർ രാഹുൽ ഗാന്ധി തന്നെ പ്രസംഗിച്ചു. ആ പ്രസംഗിച്ചത് എന്താണ്? കേരളത്തിൽ പാർട്ടിയിൽ അച്ചടക്കം വേണം, പ്രകടനങ്ങളുമായി ആരും തെരുവിലിറങ്ങരുത്. ഇവിടെ രാഹുൽ ഗാന്ധി എന്ന കോൺഗ്രസ് നേതാവ് ഭയക്കുന്നത് ആരെയാണ്? തെരുവിൽ പ്രകടനവുമായി ഇറങ്ങുന്ന സ്വന്തം പാർട്ടി പ്രവർത്തകരെ തൃപ്തിപ്പെടുത്താൻ പറ്റാത്ത ഒരു രാഹുൽ ഗാന്ധി എങ്ങനെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ നയിക്കും? എങ്ങനെ ഈ പ്രസ്ഥാനത്തെ ഇന്ത്യയിൽ അധികാരത്തിലെത്തിക്കും? അത്തരമൊരു ശ്രദ്ധേയ ചോദ്യത്തിൽ നിന്ന് ഒളിച്ചോടാൻ കഴിയില്ല. ഭയപ്പെടുത്തി നിർത്താം, അല്ലെങ്കിൽ പേടിപ്പിക്കാം. ഇപ്പോൾ KCയെ കേരളത്തിൽ മുഖ്യമന്ത്രിയായി വിടണമെന്ന് ആഗ്രഹിക്കുന്ന രാഹുൽ ഗാന്ധി അതിനു വേണ്ട ഒരു പശ്ചാത്തലം ഒരുക്കുക ഈ കൂടിക്കാഴ്ചകളിലൂടെ. കഴിഞ്ഞ ശനിയാഴ്ച ഒരു കൂടിക്കാഴ്ച നടന്നിരുന്നു, ആദ്യ കൂടിക്കാഴ്ച. ഇതാണ് അടിസ്ഥാനപരമായ പ്രശ്നം. മെയ് 4-ാം തീയതി കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് റിസൾട്ട് പുറത്തു വരുന്നു. ആരും ചർച്ച ചെയ്യാത്തൊരു പോയിന്റിലേക്കാണ് ഞാൻ വരുന്നത്. മെയ് 4-ാം തീയതി കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുന്നു. 102 MLA-മാരെ UDFന് കിട്ടുന്നു. 63 MLA-മാർ കോൺഗ്രസിൽ വിജയിക്കുന്നു. സ്വാഭാവികമായി ഇവർ പറയുന്നൊരു കീഴ്വഴക്കമുണ്ടല്ലോ. MLA-മാർ ചേർന്ന് ഭൂരിപക്ഷം ആർക്കാണോ അയാൾ നിയമസഭാ കക്ഷി നേതാവാകും.
അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? 4-ാം തീയതി വിജയിച്ചു വരുന്ന MLA-മാരുടെ ഒരു യോഗം വിളിച്ച് ഈ MLA-മാരോട് ചോദിക്കണം, നിങ്ങളിൽ ആരാണ് നിയമസഭാ കക്ഷി നേതാവാകുന്നത്? നിങ്ങൾക്ക് ഭൂരിപക്ഷം തെളിയിക്കാൻ കഴിയുമോ നിങ്ങൾക്കിടയിൽ? ഇതാണ് അടിസ്ഥാനപരമായ ചോദ്യം. ഈ ചോദ്യം ഉയർത്തേണ്ടതിന് പകരം ഹൈക്കമാൻഡ് എന്ന രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് നിരീക്ഷകരെ അയക്കുന്നു. നിരീക്ഷകർ വരട്ടെ, നമുക്ക് സന്തോഷം. ആ നിരീക്ഷകർ KPCC ആസ്ഥാനത്തെത്തി. KPCC ആസ്ഥാനത്ത് MLA-മാർ മാത്രമല്ല, KPCC ഭാരവാഹികളുണ്ട്, വർക്കിംഗ് പ്രസിഡന്റുമാരുണ്ട്. അവരുടെയൊക്കെ മുന്നിൽ വെച്ച് നിരീക്ഷകർ ചോദിക്കുന്നു, നമ്മൾ എന്ത് ചെയ്യണം, എങ്ങനെ നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കണം? അവർ ഏകകണ്ഠമായി ഒരു പ്രമേയം പാസ്സാക്കുന്നു. നിയമസഭാ കക്ഷി നേതാവിനെ ഹൈക്കമാൻഡ് തിരഞ്ഞെടുക്കട്ടെ. അവിടെ കഥ തീരുമെന്ന് നമ്മൾ ഓർത്ത്. KPCC ആസ്ഥാനത്ത് ഇത്തരമൊരു പ്രമേയം പാസ്സായി അവിടെ നിന്ന് നിരീക്ഷകർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? പിന്നീട് KPCCക്ക് റോളില്ല ഇതിൽ. ആ KPCC അതിൻ്റെ ഉത്തരവാദിത്വം ഹൈക്കമാൻഡിനെ ഏൽപ്പിച്ചു. അതേ ഹൈക്കമാൻഡ് ഇപ്പോൾ KPCC ഭാരവാഹികളോട് ഡൽഹിയിലെത്താൻ പറയുകയാണ്. നിങ്ങൾ തീരുമാനമെടുക്കുക എന്ന് പറഞ്ഞ് പ്രമേയം അവതരിപ്പിച്ച് പാസ്സാക്കിയ KPCC, കേരളത്തിൻ്റെ നിയമസഭാ കക്ഷി, ഇപ്പോൾ തിരികെ ഡൽഹിയിലേക്ക് ചെല്ലുകയാണ്. ഇത് കഥയുടെ ഒന്നാം ഘട്ടം. ഏറ്റവും പ്രധാനപ്പെട്ട തലം ഇതല്ല. ഏറ്റവും പ്രധാനപ്പെട്ട തലം ഈ MLA-മാരെ വിളിച്ചു ചേർത്ത് നിരീക്ഷകർ ചോദിക്കുകയാണ്, ആരാണ് നിയമസഭാ കക്ഷി നേതാവാകേണ്ടത്? ആ നിരീക്ഷകരുടെ കയ്യിലിരിക്കുന്ന പേപ്പർ നമ്മൾ കണ്ടു. ഈ നിരീക്ഷകരുടെ കയ്യിൽ ആരാണ് KC വേണുഗോപാലിൻ്റെ പേരെഴുതി കൊടുത്തത്? ആരാണ് KC വേണുഗോപാലിനെ അവിടെ സ്റ്റാമ്പ് ചെയ്യുന്നത്? AICCയിൽ നിന്ന്, ഹൈക്കമാൻഡിൽ നിന്ന് നിരീക്ഷകർ കേരളത്തിലെത്തുമ്പോൾ അവർക്ക് മുന്നിൽ 2 ചോയ്സായിരുന്നു ഉണ്ടായിരുന്നു. ഒന്ന് രമേശ് ചെന്നിത്തല, മറ്റൊന്ന് VD സതീശൻ. ആ 2 ചോയ്സുകൾക്കപ്പുറം KC വേണുഗോപാലിൻ്റെ പേരെഴുതി കൊടുത്തു വിട്ടത്, സ്റ്റാമ്പ് ചെയ്തത് ആര്? അത് രാഹുൽ ഗാന്ധി കൊടുത്തു വിട്ടില്ലെങ്കിൽ ഒരിക്കലും AICC നിരീക്ഷകർക്ക് സ്വയം എഴുതി ചേർക്കാൻ കഴിയുന്നൊരു പേരല്ല. കാരണം നിയമസഭാ കക്ഷിയിൽപ്പെട്ട ഒരാളല്ല, തിരഞ്ഞെടുക്കപ്പെട്ട MLA അല്ല. പിന്നെ അങ്ങനെ KPCC പോലും നിർദ്ദേശിക്കാത്ത, KPCC യോഗം ചേർന്നപ്പോൾ വേണമെങ്കിൽ KPCCക്ക് നിർദ്ദേശം വയ്ക്കാമായിരുന്നു. KPCC അത്തരമൊരു നിർദ്ദേശം മുന്നോട്ട് വച്ചിട്ടില്ല. KPCC അത്തരമൊരു നിർദ്ദേശം മുന്നോട്ട് വച്ചില്ല. നിയമസഭാ കക്ഷി യോഗത്തിൽ MLA-മാർ KC വേണുഗോപാലിൻ്റെ പേര് അങ്ങോട്ട് പറയുന്നില്ല. പിന്നെ എങ്ങനെ ഇവർ ഈ അഭിപ്രായ വോട്ടെടുപ്പിൽ KC വേണുഗോപാലിൻ്റെ പേര് ചേർത്ത് നിയമസഭാ കക്ഷിയിൽ MLA-മാരോട് അഭിപ്രായം തേടി? അപ്പോൾ അവിടെ KCയെ അവതരിപ്പിച്ചത് ബോധപൂർവമായിരുന്നു, അതൊരു ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു എന്ന് വ്യക്തമാകുന്നതാണ് ഈ സംഭവ വികാസങ്ങൾ. ഇത് കേരളത്തിൽ ഒരു മാധ്യമവും ഉറക്കെ പറയുന്നില്ല, ചർച്ച ചെയ്യുന്നില്ല. ആരാണ് KCയെ കേരളത്തിലേക്ക് അവതരിപ്പിച്ചത്? രാഹുൽ ഗാന്ധി. ആരാണ് KCക്ക് വേണ്ട അണിയറ നീക്കങ്ങൾ ഒരുക്കിയത്? അത് രാഹുൽ ഗാന്ധി, ഹൈക്കമാൻഡും. അപ്പോൾ ഏപ്രിൽ 9 നമ്മളൊക്കെ വോട്ട് ചെയ്യാൻ ബൂത്തിലേക്ക് പോകുമ്പോൾ കേരളത്തിൻ്റെ മുന്നിലുണ്ടായിരുന്ന MLA-മാർക്കും പ്രതിപക്ഷ നേതാവിനും അപ്പുറം വിദൂര നിയന്ത്രണങ്ങൾ ഉള്ള ഒരു ശക്തി കേന്ദ്രമുണ്ടായിരുന്നു. ചിലർക്കൊക്കെ ചില കണക്കുകൂട്ടലുകളുണ്ടായിരുന്നു. കേരളത്തിലെ ജനം UDF-നെ തിരഞ്ഞെടുത്താൽ അങ്ങോട്ടേക്കൊരു മുഖ്യമന്ത്രി സാരഥി എത്തും എന്നുള്ള കണക്കുകൂട്ടൽ. ഇതൊരു പാക്കേജിൻ്റെ ഭാഗമാണ്. അപ്പോൾ നേരത്തെ തന്നെ ഇതൊക്കെ തിരക്കഥയിൽ എഴുതി വച്ചിരുന്നു. അപ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ UDF തോറ്റമ്പിയാലോ? എല്ലാവരും VD സതീശനെടുത്ത് പൊട്ടക്കണ്ടിലിടും. VD സതീശൻ തൊലച്ചു. ആ VD സതീശൻ എന്ന നേതാവ് വനവാസത്തിന് പോകേണ്ടി വന്നേനെ. VD സതീശനെ വ്യക്തിപരമായി നമുക്ക് വിമർശിക്കാം, പല കാര്യങ്ങളിൽ വിമർശിക്കാം. പക്ഷേ അടിസ്ഥാനപരമായി നോക്കുമ്പോൾ ഈ കഴിഞ്ഞ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ സതീശൻ്റെ പോരാട്ടം നമ്മൾ അംഗീകരിച്ചേ തീരൂ. സതീശനെ പോലൊരു നേതാവിനെ പറയാൻ കഴിയൂ 100+ സീറ്റുകൾ ഞങ്ങൾ നേടിയിരിക്കും. സതീശനെ പോലൊരു നേതാവിനെ പറയാൻ കഴിയൂ ഇക്കുറി UDF തിളക്കമാർന്ന വിജയം നേടിയില്ല എങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന്. സതീശനെ പോലൊരു നേതാവ് ജനങ്ങൾക്ക് കൊടുത്ത ചില വാഗ്ദാനങ്ങളുണ്ട്, വാക്കുകളുണ്ട്. പൂച്ച പെറ്റുകിടക്കുന്ന ഖജനാവ് ഞാൻ ശക്തിപ്പെടുത്തുമെന്ന് ജനങ്ങൾക്ക് വാക്കുകൊടുത്താണ് സതീശൻ വരുന്നത്. സതീശൻ എക്കണോമിക്സിൻ്റെ കാര്യത്തിലൊന്നും അത്ര പിന്നിലല്ല. അതേ സതീശൻ മുൻ സർക്കാരിലെ അഴിമതിക്കാരെ കൽത്തുറുങ്കിലടയ്ക്കും എന്ന് ജനങ്ങൾക്ക് വാക്കുകൊടുത്തയാളാണ്. അപ്പോൾ വാക്കുകൊടുത്തവൻ ആരോ അവനായിരിക്കണം പിന്നീട് നയിക്കേണ്ടത്. അല്ലെങ്കിൽ സതീശനൊപ്പം അന്ന് രമേശ് ചെന്നിത്തല ഉണ്ടായിരുന്നു, അടിമുടി സതീശനൊപ്പം ചേർന്ന് നിന്ന വ്യക്തിയാണ്. നമുക്കറിയാം
ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിലും ഈ പ്രതിപക്ഷ നേതാവ് എന്നുള്ള പ്രവർത്തനങ്ങൾക്കിടയിൽ ഒരിടത്ത് പോലും സതീശൻ ഒരിക്കലും ഞാൻ രമേശിനെ അനുകൂലിക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഈ കുറി രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആയാൽ രമേശ് ചെന്നിത്തലയ്ക്ക് ഒപ്പം താൻ ഇരിക്കില്ല എന്ന നിലപാട് സതീശൻ എടുത്തിട്ടില്ല. സീനിയോറിറ്റിയിലും പക്വതയിലും മുന്നിലുള്ള രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രിയാക്കിയാൽ ഒരുപക്ഷെ ഉപമുഖ്യമന്ത്രിയായി സതീശനിരിക്കും. ഇത്തരമൊരു ഫോർമുല എന്തുകൊണ്ട് ജനങ്ങൾക്ക് മുന്നിൽ വെച്ചില്ല? അപ്പോൾ ഈ ഫോർമുലയ്ക്ക് പകരം ഹൈക്കമാൻഡ് ബുദ്ധിപൂർവ്വം ഒരു കളി കളിച്ചു. അതിൽ രമേശ് ചെന്നിത്തലയെ ഫസ്റ്റിൽ അതിനെ സീൻ ഔട്ടാക്കി. കാരണം ഒരു സമവായ ഫോർമുല ഉരുത്തിരിഞ്ഞാൽ അതിൽ ചെന്നിത്തല വളരെ ഉയർന്നു നിൽക്കുമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് ഒരു വശത്ത് സതീശൻ, ഒരു വശത്ത് KC വേണുഗോപാൽ. അപ്പോൾ ഈ ത്രാസ് തൂക്കാൻ തുടങ്ങി. അത് MLA മാർ എടുത്തു വെച്ചു. ഒരിടത്ത് ഒരു കൂട്ടം MLA മാർ. അത് ആരൊക്കെയാണ് എന്നതിൽ ഇപ്പോഴും ദുരൂഹതയുണ്ട്. കാരണം അതിൽ കണക്ക് പൊതിഞ്ഞ പേപ്പറും ഒക്കെ AICCയുടെ കയ്യിലേ ഉള്ളൂ. അതറിയാവുന്നത് ഖാർഗെയ്ക്കും രാഹുൽ ഗാന്ധിക്കും. ഖാർഗെയും രാഹുൽ ഗാന്ധിയും ഒക്കെ രാവും പകലും KCക്കൊപ്പം ഡൽഹിയിൽ പ്രവർത്തിക്കുന്നവരാണ്. ഖാർഗെയ്ക്ക് KCയെ കേരളത്തിലൊരു മുഖ്യമന്ത്രിയായിട്ട് ആവശ്യമുണ്ട്. ഖാർഗെയുടെ കർണാടകത്തിലെ ഭരണം എത്ര കാലം നിൽക്കുമെന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. അടുത്ത ഭരണം കോൺഗ്രസിന് തുടർച്ചയായി കിട്ടുമോ എന്നൊന്നും ഇപ്പോൾ നമുക്ക് നിർവചിക്കാൻ കഴിയില്ല. അപ്പോൾ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ചേർന്ന് ഈ തൂക്ക് തുടങ്ങി. ആദ്യം MLA മാരെടുത്തു വെച്ചു. സതീശന് താഴെ ചെന്നിടിച്ചു വീണു. നമ്മുടെ താഴെയല്ല, മുകളിൽ പോയി അടിച്ചു വീണു. കാരണം ഇതിൻ്റെ തൂക്കം പ്രശ്നമാണല്ലോ. KC MLA മാർ ഭൂരിപക്ഷം KCക്കാണെന്ന് നിരീക്ഷകരടക്കം മാധ്യമങ്ങൾക്ക് ചോർത്തിക്കൊടുത്തു. അപ്പോൾ ആദ്യ പരീക്ഷണത്തിൽ KC വിജയിച്ചു. അവിടെ വെച്ച് വേണമെങ്കിൽ KC അനൗൺസ് ചെയ്യാമായിരുന്നു. പക്ഷേ എന്തേ ഭയന്നത്? കേരളത്തിൻ്റെ പല തലങ്ങളിൽ നിന്ന് വലിയ മുറവിളികൾ. KCയെയും സതീശനെയും തുലനം ചെയ്യുമ്പോൾ VD സതീശനെ മുഖ്യമന്ത്രിയാക്കണം എന്നുള്ള ആരവം. അതിന് നേർക്ക് ആദ്യം കണ്ണടയ്ക്കാൻ ഹൈക്കമാൻഡ് ഭയപ്പെട്ടു. പിന്നീട് ഹൈക്കമാൻഡ് ഒരു തന്ത്രമെടുത്തു. ഹൈക്കമാൻഡ് തന്ത്രം എന്ന് പറയുന്നത് KC തന്ത്രം തന്നെയാണ്. കാരണം കേരളത്തിലെ മുഖ്യമന്ത്രിയായി താൻ വരുമ്പോൾ വലിയ പ്രതിഷേധം, വലിയ വെറുപ്പ്, അത് അപകടമാണ് എന്ന് മനസ്സിലാക്കി തന്ത്രപരമായ നീക്കം. ആ നീക്കം എങ്ങനെയാണ് അവർ നടത്തിയത്? 3 നേതാക്കളെ ഡൽഹിയിലേക്ക് വിളിപ്പിക്കുന്നു. രാഹുൽ ഗാന്ധി 3 പേരെ മുട്ട നിർത്തി മര്യാദ പഠിപ്പിക്കുന്നു, ഡിസിപ്ലിൻ പഠിപ്പിക്കുന്നു. ഞാനൊരു തീരുമാനം ഒന്ന് പ്രഖ്യാപിക്കും. ആ തീരുമാനം പ്രഖ്യാപിച്ചാൽ 3 പേരത് അംഗീകരിക്കണം. അത് 3 പേരും കൈയടിച്ച് പാസ്സാക്കണം. അങ്ങനെ 3 പേരെ കൈയടിച്ച് പാസ്സാക്കി പത്രക്കാരുടെ മുന്നിൽ വലിച്ചെറിഞ്ഞ് അവർ കേരളത്തിലേക്ക് എത്തി. ആദ്യ വിരട്ടേറ്റു. പക്ഷെ വിരട്ടിൽ എന്തുകൊണ്ട് VD സതീശനും ചെന്നിത്തലയും വീണില്ല? കേരളത്തിൽ ഒരു ഘടകകക്ഷി കട്ടയ്ക്ക് നെഞ്ചുപിരിച്ചതെന്ന് അവരോട് പറഞ്ഞു. ET മുഹമ്മദ് ബഷീർ എന്ന മുസ്ലിം ലീഗ് നേതാവ് പ്രിയങ്ക ഗാന്ധിയെ ഖാർഗെയുടെ വസതിയിൽ മീറ്റിംഗ് നടക്കുമ്പോൾ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ അവിവേകം കാട്ടരുത്, KC ആയിക്കോട്ടേക്ക് കെട്ടിയിറക്കിയാൽ ഞങ്ങളുടെ പിന്തുണ ഉണ്ടാവില്ല. അവിടെ വരണ്ടു. കാരണം ഇക്കുറി UDF അധികാരത്തിലെത്തിയത് മുസ്ലിം സമുദായത്തിൻ്റെ എൻ ബ്ലോക്ക് വോട്ട് മേടിച്ചാണ്. മുസ്ലിം ലീഗിൻ്റെ പൂർണ്ണ പിന്തുണ. അതുകൊണ്ടാണ് മലപ്പുറം തൂത്തുവാരാൻ കഴിഞ്ഞത്. അതുകൊണ്ടാണ് കോഴിക്കോട് ജില്ലയിലെ മഹാഭൂരിപക്ഷം സീറ്റുകളും കൊയ്തെടുത്തത്. അപ്പോൾ മുസ്ലിം ലീഗിനെ മാറ്റി നിർത്താൻ കഴിയില്ല എന്ന് ഹൈക്കമാൻഡിന് ബോധ്യമായി. ഏറ്റവും വലിയ ബോധ്യം വന്നത് പ്രിയങ്ക ഗാന്ധിക്കാണ്. കാരണം 2029 ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ഇനി 3 വർഷം കൂടിയുള്ളൂ. അവിടെ ലീഗ് ഒരു പണി കൊടുത്താൽ തീർന്നു. അവിടെ വരണ്ടു. മറ്റൊന്ന് ആലപ്പുഴ ഉപതെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ഇരിക്കൂർ ഉപതെരഞ്ഞെടുപ്പ്. ഇതൊക്കെ വലിയ ബാലികേറ മലയാകും എന്ന് ഹൈക്കമാൻഡ് തിരിച്ചറിഞ്ഞു. പ്രിയങ്ക ഗാന്ധി രാഹുലിനോട് പറഞ്ഞു, എടുത്തിച്ചാടി അനൗൺസ് ചെയ്യരുത്, കാര്യങ്ങൾ ഒന്നുകൂടി ബോധ്യം വരണം എന്നും. പിന്നീടാണ് ഈ സീനിലേക്ക് സോണിയാഗാന്ധിയും AK ആൻ്റണിയും ഒക്കെ വരുന്നത്. സോണിയാഗാന്ധിയും AK ആൻ്റണിയും ഒക്കെ നമ്മൾ ജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും വലിയ നേതാക്കളാണ്. പക്ഷേ ഈ പുത്തൻകൂറ്റുകാർക്ക് ഇവരൊക്കെ എക്സ്പയർ കഴിഞ്ഞ സംഭവങ്ങളാണ്. ഒരുപക്ഷെ രാഹുലിന് സോണിയാഗാന്ധിയെ കൺവിൻസ് ചെയ്യാൻ പറ്റിയേക്കാം. നമ്മൾ കേരളം AK ആൻ്റണിയിലും സോണിയാഗാന്ധിയിലും ഒരുപാട് പ്രതീക്ഷിച്ചു. പക്ഷേ ആൻ്റണി പറഞ്ഞുവെന്നാണ് പിന്നീട് മാധ്യമങ്ങളിലൂടെ ഹൈക്കമാൻഡ് ചില സൂചനകൾ കൊടുത്തത്. കേരളത്തിലെ കുറേ മുൻ KPCC അധ്യക്ഷന്മാരും മുതിർന്ന നേതാക്കളും അടങ്ങുന്ന കുറേ മൊണ്ണങ്ങളെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ച് ചർച്ച നടത്താൻ. അതെന്തിനായിരുന്നു? അതും കളമൊരുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അവിടെയൊക്കെ സതീശനെ വെട്ടിയൊരുക്കാനുള്ള തന്ത്രങ്ങൾ ഒരു വശത്ത് സെറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നു. KCയെ പരിപൂർണമായി കേരളത്തിൽ അവതരിപ്പിക്കാനുള്ള എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നു. പക്ഷെ മറുവശത്ത് കട്ടയ്ക്ക് നിൽക്കുകയാണ് മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗിനെ മെരുക്കാൻ ആദ്യം ഒരു വമ്പൻ വ്യവസായി അങ്ങോട്ട് വിടുന്നു. പിന്നീട് സിദ്ധരാമയ്യയെ കളത്തിലിറക്കുന്നു.
സിദ്ധരാമയ്യ ഒരു മുസ്ലിം മന്ത്രിയെ കർണാടകയിൽ നിന്ന് ഇങ്ങോട്ട് അയക്കുന്നു, പാണക്കാട് ചെല്ലുന്നു. പക്ഷെ അവിടെയും വീഴുന്നില്ല. കാരണം മുസ്ലിം ലീഗിന് അറിയാം ഇക്കുറി ജനം വെറുത്താൽ UDFനൊരു തിരിച്ചുവരവുണ്ടാകില്ല. മുസ്ലിം ലീഗ് എന്തുകൊണ്ടാണ് ഭയക്കുന്നത്? അതിന് വ്യക്തമായൊരു കാരണമുണ്ട്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് ഈ ഭരണം അവർക്ക് അതിനിർണായകമാണ്. മുസ്ലിം ലീഗ് വളരെ പ്രതികരണത്തിൽ അവരുടെ ഓരോ നീക്കങ്ങളിൽ വളരെ സൂക്ഷ്മതയും പുലർത്തുന്നുണ്ട്. അവർ ഭയക്കുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് വിലയിരുത്താം. കേരളത്തിലെ 25-നും 30-നും ഇടയിൽ നിയമസഭാ സീറ്റുകളിൽ ഇക്കുറി തെരഞ്ഞെടുപ്പിലെ റിസൾട്ട് പരിശോധിക്കുമ്പോൾ രണ്ടാം സ്ഥാനത്തിന് തൊട്ടടുത്തോ NDA മുന്നണി എത്തിയിരിക്കുന്നു. മലപ്പുറത്ത് ലീഗിനെ തോൽപ്പിക്കാൻ കഴിയില്ല. പക്ഷേ മറ്റ് ജില്ലകളിൽ NDA മുന്നണി ഒരു നിർണായക ശക്തി ആയാൽ അത് ലീഗിന് വലിയ ഭീഷണിയാണ്. നമ്മൾ പലതും പറയും, പക്ഷേ ഇപ്പം 3 നിയമസഭാ സീറ്റാണ് NDAക്ക്, ഒരു ലോക്സഭാ സീറ്റുണ്ട് അവർക്ക്. ഈ എണ്ണം 330 അധികം കാലം വേണ്ട. അപ്പോൾ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഒരു വോട്ട് ചോർച്ച NDAയിലേക്ക് ഉണ്ടായാൽ ഇത് വലിയ അപകടം ചെയ്യുമെന്ന് മുസ്ലിം ലീഗ് മനസ്സിലാക്കി. അതുകൊണ്ടാണ് മുസ്ലിം ലീഗ് സൂക്ഷ്മതയോടെ നീങ്ങണമെന്ന് പറയുന്നത്. KC എവിടെയാണ് വരേണ്ടത്? KC വരേണ്ടത് മുഖ്യമന്ത്രിയായി ഇങ്ങ് വരാം, കുഴപ്പമൊന്നുമില്ല. കാരണം ഇടം വലം പടുകൂറ്റന്മാരായ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ പിന്തുണയുണ്ട്. ഒന്നും അത്ര ചെറുതൊന്നുമില്ല, എല്ലാം വമ്പന്മാരാണ്. അങ്ങനെ അവരുടെ തോളിൽ പിടിച്ച് കേരളത്തിലേക്ക് വന്ന് മുഖ്യമന്ത്രി കസേരയിൽ ഏന്തി വലിഞ്ഞിരിക്കാം. പക്ഷേ ആ ക്യാബിനറ്റിൽ രമേശ് ചെന്നിത്തലയും VD സതീശനും ഉൾപ്പെടാൻ തയ്യാറായില്ല എങ്കിൽ ജനവികാരം നമ്മൾ കരുതുന്നിടത്തൊന്നും നിൽക്കില്ല. അത് കത്തിപ്പടരും. അത് ഉപതെരഞ്ഞെടുപ്പുകളിൽ ഇവരെ നശിപ്പിച്ച് പണ്ടാരമടക്കും. ആ ഭയം അതൊരു വല്ലാത്ത ഭയമാണ്. അപ്പോൾ ആത്യന്തികമായി അവർ ജനങ്ങളെ ഭയക്കുന്നു. ജനങ്ങളെ ഭയക്കാതെ ഒരു കപ്പ് കൊണ്ട് ആർക്കും പോകാൻ കഴിയില്ല. ഏത് കളിക്കളത്തിൽ ആരിറങ്ങി കളിച്ചാലും വിസിലടിച്ചവൻ ഓടി വന്ന് കപ്പ് തട്ടിപ്പറിച്ച് കൊണ്ടുപോകാൻ നോക്കിയാൽ കാണികളവരെ അടിച്ച് നിലംപരിശാക്കും. അതുതന്നെയാണ് കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗിൻ്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറി പറഞ്ഞത്, മുഖമടച്ച് ഞങ്ങൾക്ക് കിട്ടും പുറത്തിറങ്ങിയാലെന്ന്. ഏതൊക്കെ MLAമാരാണ് പരിഭവം പറയുന്നത്? പുറത്ത് വിജയാഹ്ലാദം നടത്താൻ കഴിയുന്നില്ല. 102 സീറ്റ് മേടിച്ച് ആഹ്ലാദിച്ച് ജനങ്ങളുടെ നെഞ്ചത്ത് കയറി ആഘോഷം നടത്തേണ്ടവരാണ്. വീട്ടിൽ കുറ്റിയിട്ടിരിക്കുകയാണ് പല MLAമാരും. അപ്പം ജനങ്ങളുടെ ഒരു വികാരം, ജനങ്ങളുടെ ഒരു ആരവം ജനങ്ങളെ ഭയക്കുകയാണ്. ജനങ്ങളെ ഭയക്കുന്ന എപ്പോഴും ജനാധിപത്യത്തിൻ്റെ ശക്തിയാണ്. പക്ഷേ ഊർന്നിറങ്ങുന്ന രാഷ്ട്രീയ കൗശലം അത് കണ്ട് അന്തം വിട്ട് നിൽക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ. അതുകൊണ്ടാണ് ചിലർ പറയുന്നത് 10 വർഷം പിണറായി വിജയൻ ഭരിച്ചു മുടിച്ച് വെറുപ്പ് വാങ്ങി പുറത്തിറങ്ങിയ ആ വെറുപ്പിൻ്റെ 10 മടങ്ങ് വെറുപ്പ് ഈ 9 ദിവസം കൊണ്ട് കോൺഗ്രസ് നേതൃത്വം വാങ്ങിക്കൂട്ടിയെന്ന്. രാഹുൽ ഗാന്ധി പച്ചയ്ക്ക് തെരുവിലിട്ട് തെറിവിളിക്കുകയില്ല ആളുകൾ. എവിടെ നിങ്ങളുടെ മുഖ്യമന്ത്രി എന്ന് ചോദിച്ച്. ഇപ്പോൾ ഡൽഹിയിലെ ചർച്ച കഴിഞ്ഞ് വെളുത്ത പുകയോ കറുത്ത പുകയോ KCക്ക് വേണ്ടിയിട്ട് പൂട്ടുപൊട്ടിച്ച് വിടാൻ ഒരുങ്ങുകയാണ്. റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന പുകയാണ് വെളുത്തത്. അപ്പോൾ KC വേണുഗോപാലിൻ്റെ പേര് എല്ലാം എഴുതപ്പെട്ടു. ആ സീക്രട്ട് ഫയൽ അവർ ഓപ്പൺ ചെയ്തു, എല്ലാം സെറ്റാണ്. പക്ഷേ അവസാനം അവർ ഭയക്കുന്നു, ജനങ്ങളെ ഭയക്കുന്നു. അതുകൊണ്ടാണ് ഒരു സമവായം എന്ന നിലയിൽ രമേശിനെ വേണോ, ഇനി സതീശന് മുന്നിൽ എന്തെങ്കിലും മറ്റ് പ്രശ്നങ്ങളിലേക്ക് അകപ്പെടുമോ എന്നൊക്കെ ഭയക്കുന്നത്. KCക്ക് ഒരു ഭയമുണ്ട്. ആ ഭയമാണ് ഇപ്പോൾ അല്പമെങ്കിലും കേരളത്തിൻ്റെ ആശ്വാസമാകുന്നത്. എന്തായാലും ഈ ഒരു തെരഞ്ഞെടുപ്പ്, KCയെ തെരഞ്ഞെടുത്തിയ ആ ഒരു വിധം, അതൊരു വലിയ അസ്വസ്ഥത പടർത്തിയ ഒരു ജനാധിപത്യ നീക്കമാണ്. ഇവിടെ ഇപ്പോൾ ഈ KC ക്യാമ്പിൽ നിന്ന് നേതാക്കന്മാർ ഫ്ലെക്സുകളെല്ലാം അവരുടെ പ്രവർത്തകരെ കൊണ്ട് എടുപ്പിക്കണമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ചിലയിടത്തായിട്ട് ചില ഫ്ലെക്സുകളൊക്കെ ഇപ്പോഴും ഉണ്ട്. പക്ഷേ മറ്റൊരു തരത്തിൽ ഈ ഹൈക്കമാൻഡിൽ നടന്ന ഈ ഒരു വാക്പോരും മുഖാമുഖമുള്ള പോരടിയും 2 നേതാക്കൾ തമ്മിലുള്ള ഒരു കൊടുംപക പുറത്തേക്ക് കൊണ്ടുവന്നു. പ്രത്യേകിച്ച് VD സതീശനും ഈ പറയുന്ന KC വേണുഗോപാലും ഇരുവരും കടുത്ത വിമർശനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്നയിച്ചു എന്നുള്ളതാണ്. ഇവിടെ KCയുടെ ഗ്രൂപ്പിൽ നിന്ന് VD സതീശന് നേരെ ചില ആരോപണങ്ങൾ പച്ചയ്ക്ക് പുറത്തേക്ക് വരുന്നുണ്ട്. അതായത് മൂകാംബികയിലേക്കെന്ന് പറഞ്ഞ് VD സതീശൻ എവിടെ പോയി, അദാനിയുടെ ഫ്ലൈറ്റിൽ പോയി, അത്തരത്തിലുള്ള ചില വിവാദങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. മറ്റൊരു വശത്തുകൂടെ ഈ ഫ്ലെക്സ് ബോർഡ് യുദ്ധം നടത്തണമെങ്കിൽ VD സതീശൻ ഇത്രത്തോളം പണം എവിടെ നിന്ന് കിട്ടി, അതിലൊരു അന്വേഷണം വേണം. ഇത്തരത്തിലുള്ള പല ആരോപണങ്ങൾ VD സതീശന് മേൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പൂർണ്ണമായും VD സതീശനെ പൂട്ടാനുള്ള ഒരു നീക്കവും കൂടി ഈ KC പക്ഷത്തു നിന്ന് ഉണ്ടാകുന്നുണ്ടോ?
അത് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രംഗം ഏറെ മാറിപ്പോയി ഇക്കുറി. മുമ്പൊക്കെ 140 മണ്ഡലങ്ങളിൽ കോൺഗ്രസ് ഓരോ സ്ഥാനാർത്ഥിക്കും ഒരു 25 ലക്ഷം രൂപ എത്തിക്കാൻ പാടുപെടും. വല്ലാത്തൊരു കാലഘട്ടത്തിലൂടെ കടന്നു വന്നു. പക്ഷേ ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ, ഒരു 2-3 വർഷത്തിനിടയിൽ കർണാടകയിൽ ഭരണം കിട്ടി, തെലുങ്കാനയിൽ, നമുക്കറിയാം ഹിമാചൽ, അങ്ങനെ ശ്രദ്ധേയമായ ചില സംസ്ഥാനങ്ങൾ ഇപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്നുണ്ട്. അതിൽ കർണാടക വ്യവസായികളുടെ കേന്ദ്രമാണ് ബാംഗ്ലൂർ. തെലുങ്കാന രേവന്ത് റെഡ്ഡിയൊക്കെ എല്ലാ അടവും കളിയും പഠിച്ചിട്ടാണ് ഈ രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്, DK ഉൾപ്പെടെയുള്ള നേതാക്കൾ. ഹിമാചലിലും അതുതന്നെയാണ്, സമാന കാഴ്ചയാണ്, ഡൽഹിയിലും. അപ്പോൾ പണം എറിഞ്ഞ് തെരഞ്ഞെടുപ്പ് ഗോതയിൽ കളിക്കുന്ന കളി, അത് ശരിക്കും മെയ്വഴക്കത്തോടെ കളിക്കുകയാണ് ഇപ്പോൾ KC വേണുഗോപാൽ. പണ്ടൊക്കെ നമ്മുടെ AK ആൻ്റണിയൊക്കെ ഡൽഹിയിൽ AICCയിൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിലിരുന്നപ്പോൾ നിന്നും ആൻ്റണിയുടെ കൈ വിറയ്ക്കും പണം കൈകാര്യം ചെയ്യാൻ. അതൊക്കെ മറ്റുള്ളവരെ ഏൽപ്പിക്കും, പലരും കൊണ്ടുപോകും, അല്ലെങ്കിൽ ആ റേഞ്ചില്ല. ഇന്ന് പണം വീശി കളിക്കാനുള്ള റേഞ്ച് ഹൈക്കമാൻഡിനുണ്ടായി, KC വേണുഗോപാലിനുണ്ടായി. അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് കോടികൾ ഒഴുകി, 1-2 ഒന്നുമല്ല, 100, 200, 300 കോടി രൂപ കേരളത്തിലേക്ക് ഒഴുകി. അപ്പോൾ AICCയിൽ നിന്ന് ഇത്രയധികം ഫണ്ട് വന്നപ്പോൾ, ഫണ്ടൊക്കെ ഒരു നിയോജക മണ്ഡലത്തിലൊരു സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ അവൻ്റെ കുടുംബം വെക്കേണ്ടി വരും, അല്ലെങ്കിൽ നാട്ടുകാരുടെയൊക്കെ പിരിവെടുക്കേണ്ടി, ഭാര്യയുടെ കെട്ടുതാലി വരെ പണയം വെച്ചിട്ടാണ് മത്സരിക്കുന്നത്. എന്നാൽ 1.5 കോടി രൂപയോളം ഓരോ സ്ഥാനാർത്ഥികൾക്കും ഈ കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് കിട്ടി. അതിനു പുറകെ പല വേണ്ടപ്പെട്ടവർക്കും KC വളരെ വ്യക്തിപരമായി 25 ലക്ഷം 50 ലക്ഷമൊക്കെ എത്തിച്ചു കൊടുത്തു. ഈ മത്സരഗോതയിലുള്ളവർക്ക് പണം ഒരു പ്രശ്നമല്ല എന്നുള്ളൊരു സ്ഥിതിയിലെത്തി. പണം വലിയൊരു പ്രശ്നം തന്നെയാണ് ജനാധിപത്യത്തിൽ. പണം ഇതുപോലെ വാരിക്കോരി കിട്ടിയപ്പോൾ ഇതൊക്കെ KCയുടെ കഴിവല്ലേ എന്നൊരു ചോദ്യം. ആ കഴിവിന് മുന്നിൽ അവർ തലകുനിച്ചു. അത് ആദ്യ കുമ്പിടലാണ്, ആദ്യ അടിമത്തത്തിലേക്കുള്ള ഒരു അച്ചാരമായിരുന്നു. പിന്നീട് സ്വാധീനം, അടുത്ത ക്യാബിനറ്റിൽ ഒരു മന്ത്രിസ്ഥാനം പ്രതീക്ഷിക്കുന്ന ഈ 63 പേരിൽ നമുക്കറിയാം കോൺഗ്രസ്സിൽ 5 MLA-മാർക്ക് ഒരു മന്ത്രിയാണ്. അപ്പോൾ കോൺഗ്രസ്സിൽ നിന്ന് 15 മന്ത്രിമാർ വരേണ്ടതാണ്, 15 അല്ല 16 മുഖ്യമന്ത്രി ഉൾപ്പെടെ വരേണ്ടതാണ്. അപ്പോൾ 16 പേരിൽ ഇടം കിട്ടേണ്ടവർ വേണുഗോപാലിനെ സൂചിപ്പിച്ചാലേ ആ ലിസ്റ്റിൽ ഇടവുമായി എത്തുള്ളൂ. വേണുവാ തീരുമാനിക്കുന്നത്, കാരണം രാഹുൽ ഗാന്ധി പേര് വെട്ടിയാൽ തീർന്നു. അപ്പോൾ എന്തായാലും ആ 16 പേരിൽ ഭൂരിപക്ഷവും വേണുവിനൊപ്പം നിൽക്കും. പിന്നീട് പലരും പ്രതീക്ഷിക്കുന്ന പലതുമുണ്ട്. അതൊക്കെ നൽകാൻ VD സതീശനൊന്നും കഴിയില്ല. VD സതീശൻ ഇപ്പോൾ ഏതെങ്കിലും ഒരു വ്യവസായിയുടെ അടുക്കൽ പോയി 1 കോടി രൂപ പിരിവ് ചോദിച്ചാൽ VD സതീശനെ നാറ്റിച്ച് പണ്ടാരം അടക്കും. VD സതീശനും പണത്തിൻ്റെ ഒക്കെ ആവശ്യമുണ്ട്. കാരണം കളി ഇപ്പോൾ ബിഗ് ഗെയിമാണ്, ചെറിയ കളികളല്ല. ആ ബിഗ് ഗെയിമിൻ്റെ ഭാഗമാകാൻ KCയെ പോലെ സതീശന് വലിയ പശ്ചാത്തലമില്ല. രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ച് പഴയ ശൈലിയിലാണ് ഇപ്പോഴും കളിക്കുന്നത്. ഞാൻ പറയുന്ന ഈ പണത്തിൻ്റെ ഇടപാടുകളാണ്. വലിയ കളികൾ കളിക്കുന്ന KCയും വലിയ കളികൾക്ക് ശ്രമിക്കുന്ന സതീശനും ഗോത നിറഞ്ഞു നിൽക്കുമ്പോൾ പഴയ സൗഹൃദങ്ങളും ബന്ധങ്ങളുമൊക്കെ മുൻനിർത്തി നമ്മുടെ രമേശ് ചെന്നിത്തല കരുക്കൾ നീക്കുന്നു. ഇവിടെ ഏറ്റവും വലിയ ചതിവ് VDക്ക് സംഭവിച്ചത്, ചെന്നിത്തലയ്ക്ക് സംഭവിച്ചത് A ഗ്രൂപ്പിൻ്റെ പണിയാണ്. അവർക്ക് നല്ല സീറ്റുകൾ കിട്ടി, എല്ലാം വിജയിക്കുന്നൊക്കെയായിരുന്നു. 10-20 MLA-മാരെ അവരുടെ പക്ഷത്ത് കിട്ടി. പക്ഷെ അവർ ഒന്നടങ്കം തിരുവഞ്ചൂർ രാധാകൃഷ്ണനും PC വിഷ്ണുനാഥും ബെന്നി ബെഹനാനും എല്ലാ A ഗ്രൂപ്പ് നേതാക്കളും അടപടലും KCയുടെ മുന്നിൽ സാഷ്ടാംഗം വീണു. അവർക്കാകെ ബെന്നി ബെഹനാനെ ഒന്ന് KPCC അധ്യക്ഷനാക്കണമെന്ന മോഹമാണ്. അപ്പോൾ KPCC അധ്യക്ഷനാകണമെങ്കിൽ, KPCC വർക്കിംഗ് പ്രസിഡന്റുമാരാകണമെങ്കിൽ, KPCC നിർവാഹക സമിതിയിൽ വരണമെങ്കിൽ എല്ലാം KCയുടെ അനുഗ്രഹം വേണം. അപ്പോൾ പൂർണ്ണമായിട്ട് KCയിലേക്ക് ഒതുങ്ങി. അതുകൊണ്ടാണ് ജനങ്ങൾ പറയുന്നത് KC ഇത്രയും ശക്തനായില്ല, ഇനി VD ഒതുങ്ങി കൊടുക്കാതെ രക്ഷയില്ല, VD കീഴ്പ്പെട് എന്നൊക്കെ ഉപദേശിക്കുന്നവരുണ്ട്. VD ഒന്ന് മെരുങ്ങ്, ഒരു നല്ല വകുപ്പെടുത്ത് KCക്ക് പിന്തുണ കൊടുക്കുക എന്നൊക്കെ ആവശ്യപ്പെടുന്നവരുണ്ട്. പക്ഷെ അവർക്ക് മുന്നിൽ നമ്മളെങ്ങനെ ഈ വിചിത്രമായ കുതിര കച്ചവടം ന്യായീകരിക്കും? എങ്ങനെ ഈ കാലഘട്ടത്തിൻ്റെ ക്രൂരത അത്ര എളുപ്പം കണ്ടില്ല എന്ന് നടിക്കും? കോൺഗ്രസിന് ഇഷ്ടമാണ്, UDFന് ഇഷ്ടമാണ്. പക്ഷേ അധികാരത്തിൻ്റെ ഈ കുതികാൽ വെട്ടും, അധികാരത്തിന് വേണ്ടിയുള്ള ഈ പിൻവാതിൽ വരവുമൊക്കെ നമുക്കെങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയും? അവിടെ ഒരു മനുഷ്യത്വം എന്നുള്ളൊരു എലമെൻ്റില്ലേ? പക്ഷെ ഇവിടെ പഴയകാല കഥകൾ പറയും. കരുണാകരനെ വെട്ടിയ കഥ, കരുണാകരനെ അന്ന് വെട്ടിയവരിൽ രമേശ് ഇല്ലായിരുന്നു,
KC ഇല്ലായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. പിന്നീട് ഐ ഗ്രൂപ്പിനെ വെട്ടിയവരിൽ VD സതീശൻ ഉണ്ടായിരുന്നല്ലോ എന്ന് ചോദിക്കുന്നവരുണ്ട്. KC വേണുഗോപാലിനെ വെട്ടി ആ ഗ്രൂപ്പിൽ നിന്ന് പിൻവാങ്ങി സ്വന്തം ഒരു നിലനിൽപ്പിന് VD ശ്രമിച്ചില്ലേ എന്ന ചോദ്യമുണ്ട്. VDക്ക് ഒരു പ്രതിപക്ഷ നേതൃസ്ഥാനം കിട്ടിയെങ്കിൽ അത് KC വേണുഗോപാലിൻ്റെയും രാഹുലിൻ്റെയും ഔദാര്യമല്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ പല ചോദ്യത്തിനും നമുക്ക് ഉത്തരമില്ല. രാഷ്ട്രീയം അങ്ങനെയാണ്. എപ്പോഴും ഇരുണ്ട മുറിയിലെ കളികൾ നമ്മൾ പുറത്തറിയില്ല. ഇരുണ്ട മുറിയിലെ വലിയ കളികൾക്ക് ശേഷം പുറത്ത് ചമയങ്ങളിട്ട് നേതാക്കൾ വരുമ്പോൾ മാത്രമേ അവരുടെ ഒരു വെളുത്ത മുഖം നമ്മൾ കാണൂ. അതിനപ്പുറത്തെ കറുത്ത മുഖവും കറുത്ത കരങ്ങളും കറുത്ത കളികളുമൊന്നും സാധാരണ ജനങ്ങൾ കാണില്ല. നമ്മൾ കാണുന്ന ഈ അധികാര കസേരയ്ക്കും അധികാര സ്ഥാനങ്ങൾക്കും അപ്പുറം വലിയൊരു ഇരുണ്ട ലോകമുണ്ട്. അവിടെ വൻ വ്യവസായികളും വലിയ മാഫിയകളും ഒക്കെ ഇഴപിരിഞ്ഞ് കിടക്കുന്നൊരു വലിയ ലോകമാണ്. അവരുടെ ഇംഗിതത്തിന് വിരുദ്ധമായി പലപ്പോഴും നേതാക്കൾക്ക് നീങ്ങാൻ കഴിയില്ല. നമുക്കറിയാം, പല പ്ലെയിൻ ക്രാഷുകളും പല ദുരൂഹ മരണങ്ങളുമൊക്കെ നമുക്ക് മുന്നിലുണ്ട്. അപ്പോൾ ആ ഇരുണ്ട ലോകത്തെ കളിയിൽ വിജയിക്കുന്നവർക്കാണ് പിന്നീട് പ്രകാശത്തിൽ വിജയിക്കാൻ കഴിയും. പക്ഷേ ആ പ്രകാശത്തിലേക്ക് വരുമ്പോൾ ഇരുണ്ട ലോകത്തിൻ്റെ ചില ശേഷിപ്പുകൾ പലരിലും ബാക്കിയുണ്ടാവും. അവരെ ജനങ്ങൾ ഭയക്കും. ആ ഭയപ്പാട് സ്വാഭാവികമായി ജനം പുറത്തെടുക്കും. ജനങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. കേരളത്തിൽ 102 സീറ്റ് നേടി അധികാരത്തിലെത്തുന്ന UDFൽ വലിയൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. ആ പ്രതീക്ഷ കൊണ്ടുപോയി തുലച്ചു എന്ന് മാത്രമല്ല, UDFനെ ജനം വെറുക്കുന്ന, UDFനെ എന്ന് പറയാൻ കഴിയില്ല, കോൺഗ്രസിനെ ജനം വെറുക്കുന്ന ഒരു ഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. ആ വെറുപ്പ് ഒരു മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നതിലൂടെ ഇനി എളുപ്പത്തിൽ മായ്ച്ചു കളയാനൊന്നും അവർക്ക് കഴിയില്ല. ആ വെറുപ്പ് അവരുടെ രക്തത്തിലായി. അതവരുടെ തലച്ചോറിനെ ഇപ്പോൾ ബാധിച്ചു. സാധാരണ ജനങ്ങളുടെ വെറുപ്പ് പടരുന്ന ആദ്യം നിരാശയിൽ നിന്ന്, നിരാശ വെറുപ്പിലേക്കും അത് പ്രതിഷേധങ്ങളിലേക്കും പടരും. അതുകൊണ്ടാണല്ലോ ചില ജനം ഓരോ ഫ്ലെക്സ് കാണുമ്പോൾ കാർക്കിച്ച് തുപ്പുന്നത്. ജനം കാർക്കിച്ച് തുപ്പുക തെരുവിൽ. ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ തിട്ടൂരം കേട്ടല്ല ഇവരൊക്കെ നിശബ്ദരായി പോയത്. ഓരോരുത്തർക്കും പ്രതീക്ഷയുണ്ട്. പക്ഷേ പ്രതീക്ഷ കെടുന്ന ഒരു ദിവസം എല്ലാം പൊട്ടിത്തെറിക്കും. ആ പൊട്ടിത്തെറി താങ്ങാൻ കോൺഗ്രസിന് ശക്തി ഉണ്ടാകില്ല. അതങ്ങനെ വരൂ. കാരണം കാലം പലതിനും കണക്ക് ചോദിച്ച കടന്നു പോകും. കാലത്തിന് മുന്നിൽ വിതുമ്പി നിൽക്കുന്ന ഒരുപാട് കണ്ണീരിൻ്റെ കഥകളുണ്ട്. ആ കണ്ണീര് കാലത്തിൻ്റെ ഒരു പ്രകൃതി നിയമം, അത് നേരിട്ടേ തീരൂ. എന്തായാലും മുഖ്യമന്ത്രിക്ക് വേണ്ടി ഇനിയും നമുക്ക് എത്ര നേരം അല്ലെങ്കിൽ എത്ര ദിവസം കാത്തിരിക്കണമെന്നറിയില്ല. പക്ഷേ അവരൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടാണ് ഈ നാടകം കളി എന്നുള്ളത് ഏകദേശം വ്യക്തമായിരിക്കുകയാണ്. ഈ ഹൈക്കമാൻഡ് എന്ന് പറയുമ്പോൾ അത് ആരുടേതാണ് എന്നുള്ളതും കേരളത്തിന് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ വെറുപ്പാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സമ്പാദിച്ചത് എന്ന് പറയാതിരിക്കാൻ ഒരു നിവൃത്തിയുമില്ല. കാരണം ജനം നിങ്ങളോടൊപ്പം നിന്നു, നിങ്ങളെ അധികാരത്തിലെത്തിച്ചു. പക്ഷേ നിങ്ങൾ തിരിച്ചു കൊടുത്തത് അവർക്ക് നിരാശ മാത്രമാണ്. അത് വരും കാലത്ത് കോൺഗ്രസ് അതിൻ്റെ തിരിച്ചടി നേരിടേണ്ടി വരിക തന്നെ ചെയ്യും. കൂടുതൽ ചർച്ചകളുമായി കാണാം. നമസ്കാരം.